ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൂട്ടുകാർ റെഡിയാണോ? ഒന്നാമത്തെ പ്രവർത്തനം, ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ കോണളവ് 40 ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്, ഇത് 40 ഡിഗ്രിയാണെന്നാണ് തന്നിട്ടുള്ളത്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ കോണളവ് എത്രയാണ്, അഥവാ ഇതിൻ്റെ മൊത്തം കോണളവ്, ഈ ഒരു കോണളവാണ് നമ്മളെടുത്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും കൂട്ടുകാരെ? നമുക്കറിയാം, ഒരു വൃത്തം എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. മൊത്തം 360 ഡിഗ്രിയാണ്. ഓക്കെ, 360 ഡിഗ്രി, അഥവാ ഇത് മൊത്തം 360 ഡിഗ്രിയാണ്. അതിൽ നമുക്ക് ഇവിടെ അറിയാം ഇത് 40 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 360-ൽ നിന്നും 40 കുറച്ചാൽ മതി. എത്രയായിരിക്കും? 320 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് മൊത്തം 320 ഡിഗ്രിയാണ്. ഷെയ്ഡ് ചെയ്ത വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? ഷെയ്ഡ് ചെയ്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഭാഗമായിരിക്കും കൂട്ടുകാരെ? എത്രയാണ്? ഒന്നുകിൽ നമുക്ക് 360-ൽ നിന്നും 40 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 360 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യാം? 9 ഭാഗങ്ങളാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1/9 എന്നും എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ 1/9 എന്നും എഴുതാം. ഷെയ്ഡ് ചെയ്യാത്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഭാഗമാണ് വൃത്തത്തിൻ്റെ? ഒന്നുകിൽ നമുക്ക് എന്ത് എഴുതാം? 320 ആണല്ലേ, 320 ആണ് ഭാഗം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 360-ലെ 320 ഭാഗമാണ് ഷെയ്ഡ് ചെയ്യാത്തതായിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 8 ഡിവൈഡഡ് ബൈ 9 എന്നും എഴുതാവുന്നതാണ്. ഇനി പ്രവർത്തനം 2ലേക്ക് നോക്കാം. പ്രവർത്തനം 2 നോക്കൂ. ചിത്രത്തിൽ BOCയുടെ 2 മടങ്ങാണ് DOC എന്ന് പറയുന്നത്. തന്നിട്ടുള്ളത് നമുക്ക് ആദ്യം നോക്കാം. BOC എന്ന് പറയുന്നത് ഏതാണ്? BOC എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. BOC എന്ന് പറയുന്നത് ഇതാണ്. BOC ഇതിൻ്റെ 2 മടങ്ങാണ് DOC എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ ഇതിൻ്റെ 2 മടങ്ങാണ് ഇത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇതിൻ്റെ 2 മടങ്ങാണ്. ഇനി കോൺ DOCയുടെ അളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോൺ DOC എന്ന് പറയുന്നത് ഏത് കോണാണ് കൂട്ടുകാരെ? കോൺ DOC എന്ന് പറയുന്നത് ഇതാണ്. DOC എന്ന് പറയുന്ന ഈ കോണാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ 2 മടങ്ങാണ്. ഇതെത്രയാണ്? 36 ആണ് അല്ലേ. അപ്പോൾ 36 ആണെങ്കിൽ അതിൻ്റെ 2 മടങ്ങായിരിക്കും. അഥവാ 36 + 36 എന്ന് പറയുന്നത് എത്രയാണ്? 36 + 36 ചെയ്ത് നോക്കിയാൽ മതി, 72 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി കോൺ AOEയുടെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. AOE എന്നുള്ള ഇതിൻ്റെ അളവാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, DOC എന്ന് പറയുന്നത് 72 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാകെ വരുന്നത് എത്രയാണ്? 180 ആണ് വരുന്നത്. അപ്പോൾ 180-ൽ നിന്നും നമുക്ക് 72 കുറച്ചാൽ മതി, 108 എന്ന് കിട്ടും. അപ്പോൾ 108 ഡിഗ്രിയാണ് കോൺ AOEയുടെ അളവ്. ഇനി കോൺ AODയുടെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? കോൺ AOD എന്ന് പറയുന്നത് AOD ഇതാണല്ലേ. അപ്പോൾ എന്താണ്? ഇതിൻ്റെ എതിർക്കോണാണ്. അപ്പോൾ അത് എത്രയായിരിക്കും? സെയിം തന്നെ ആയിരിക്കും, 72 ഡിഗ്രി ആയിരിക്കും. ഇനി ചിത്രത്തിലെ ഏതെങ്കിലും 2 രേഖീയ ജോഡികൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഒന്ന് നമുക്ക് എന്ത് എഴുതാം? AOD എന്ന് എഴുതാം. അതേപോലെ തന്നെ DOC എന്നും എഴുതാവുന്നതാണ്. DOC എന്നും എഴുതാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം 3 ആണ്. 2021-22 വർഷത്തിൽ മഞ്ചാടിക്കുന്ന് UP സ്കൂളിലെ കുട്ടികളുടെ എണ്ണം 900 ആയിരുന്നു. ഇതിൽ 60% പെൺകുട്ടികളും ബാക്കിയുള്ളവർ ആൺകുട്ടികളും ആയിരുന്നു. ഓക്കെ, ആകെ 900, അതിൽ 60% പെൺകുട്ടികളും അതുപോലെ തന്നെ ബാക്കി ആൺകുട്ടികളുമായിരുന്നു. അപ്പോൾ ആൺകുട്ടികൾ ആകെ ഉള്ളതിൻ്റെ എത്ര ശതമാനമാണ്? ഇത് 60% ആണെങ്കിൽ ബാക്കി 40%. 40%. ഓക്കെ, ഇനി പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ ചെയ്യാം? ആകെ 900 ആണുള്ളത്. അപ്പോൾ 900 × 60 ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 540 എന്ന് കിട്ടും. അപ്പോൾ 540 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇനി 2022-23 വർഷത്തിൽ കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ 20% വർദ്ധിച്ചു. 2022-23 വർഷത്തെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? എത്രയാണ്? ആദ്യം ഉണ്ടായിരുന്നത് 900 ആയിരുന്നു. അതിൻ്റെ കൂടെ
എന്താണ് 20% വർദ്ധിച്ചു, അഥവാ 120 മാറുകയാണ് ചെയ്തത്. 100 എത്രയാണ്? 1880 ആയിരിക്കും. 1080 കുട്ടികൾ ആണ് ഉണ്ടായിട്ടുണ്ടാവുക. 2023-24 വർഷം മുൻ വർഷത്തേക്കാൾ 10% കുട്ടികൾ കുറഞ്ഞു. അവിടെ എന്താണ് 10% കുറയുകയാണ് ചെയ്തത്. ഇപ്പോൾ ഉള്ള കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 10% കുറഞ്ഞു കഴിഞ്ഞാൽ 100ൽ നിന്ന് 10% കുറഞ്ഞാൽ 90%. ഓക്കെ, ഇനി നാലാമത്തെ പ്രവർത്തനം നോക്കാം. പട്ടികയിലെ ഭിന്നസംഖ്യകളെ 10, 100, 1000 എന്നിങ്ങനെ സംഖ്യകൾ ഛേദകമായ ഭിന്നസംഖ്യയായി എഴുതി ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആദ്യത്തേത് 1/2 എന്നുള്ളത് എന്താണ്? തുല്യ ഭിന്നമായിട്ട് 5/10 എന്ന് എഴുതാം. അതിന് ദശാംശം എന്ന് പറയുന്നത് 0.5 എന്നുള്ളതാണ്. അടുത്തത് 1/4 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നമുക്കതിനെ 1000 വെച്ചിട്ട് 375/1000 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അത് എത്രയാണ് ദശാംശം കൂട്ടുകാരെ? 0.375 ആയിട്ട് മാറും. ഇനി 3.8 ആണ്. ഓക്കെ, സോറി ഇത് ഇവിടെയാണ് കേട്ടോ. ഓക്കെ, 1/4 എന്നുള്ളത് നമുക്ക് 25 അല്ലേ, 25/100 ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും, അഥവാ 0.25 ആയിട്ട് മാറും. ഇനി 3/8 എന്നുള്ളതോ? 3/8 നമുക്ക് ചെയ്യുമ്പോൾ 375 എന്ന് കിട്ടും. അതിനെ നമുക്ക് 375/1000 ആയിട്ട് എഴുതാം. അതിനെങ്ങനെ ദശാംശമായിട്ട് എഴുതാം? 0.375 എന്നുള്ളത് എഴുതാം. ദശാംശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സംഖ്യകളായിട്ടാണ് വായിക്കേണ്ടത്. ഇനി 7/25 ആണ്. 7/25 എന്ന് പറയുമ്പോൾ 28 ആണ്. 28/100 ആണ്. അതിനെ നമുക്ക് 0.28 എന്നാക്കി എഴുതാം. ഇനി 1/20 ആണ്. അതിനെ നമുക്ക് 5/100 എന്നാക്കിയിട്ട് എഴുതാം. അതിനെ 0.05 ആക്കിയിട്ട് ദശാംശത്തിലും എഴുതാം. ഇനി 3/5 ആണ്. അതിനെ നമുക്ക് 6/10 എന്നാക്കാം. അതിനെ 0.6 എന്ന ദശാംശത്തിലും എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ അല്ല? ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രവർത്തനം. താഴെ തന്നിരിക്കുന്നവയിൽ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 18, 8, 16, 13 ഏതാണ്? ഒറ്റ സംഖ്യ ആയിട്ടുള്ളത് 16 ആണ്. ഓക്കെ, ഇനി 12ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര എണ്ണമാണുള്ളത്? 6 എണ്ണമാണുള്ളത്. 6. 20ന് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? നമുക്ക് 2 × 2 × 5 എന്ന് എഴുതാം. ഇനി 60ന് അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതി എല്ലാ ഘടകങ്ങളും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമുക്കിത് എഴുതാൻ വേണ്ടി പറ്റും? 60നെയാണ് എഴുതേണ്ടത്. അത് നമുക്ക് 2 × 2 × 3 × 5 എന്നാക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഘടകങ്ങൾ 1, 2, 3, 4, 5, 6, 10, 12, 15, 20, 30, 60 ഇതൊക്കെ അതിൻ്റെ ഘടകങ്ങളായിട്ട് വരും. ഇനി അടുത്തത് പ്രവർത്തനം 6 ആണ്. സീനയുടെ സ്കൂളിൽ നിന്ന് സഹപാഠിക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. UP വിഭാഗം കുട്ടികളിൽ നിന്ന് ലഭിച്ച തുകയെ സൂചിപ്പിക്കുന്ന ബാർ ഡയഗ്രാം താഴെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഡയഗ്രാം. ഏത് ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കുറവ് തുക ലഭിച്ചിട്ടുള്ളത്? ഏത് ക്ലാസ്സിൽ നിന്നാണ് കൂട്ടുകാരെ ഏറ്റവും കുറവ് തുക ലഭിച്ചിട്ടുള്ളത്? ഏതാണ്? 5Aയിൽ നിന്നാണ് അല്ലേ? 5Aയിൽ നിന്നാണ്. ഏതൊക്കെ ക്ലാസ്സുകളിൽ നിന്നാണ് ഒരേ തുക ലഭിച്ചിട്ടുള്ളത്? ഏതൊക്കെയാണ്? ഒന്ന് ഇവിടെ നോക്കൂ, ഇതും ഒരേതാണ്, ഇതും ഒരേതാണ് അല്ലേ? അപ്പോൾ 6Aയിൽ നിന്നും അതുപോലെ തന്നെ 7Bയിൽ നിന്നുമാണ് ഒരേ തുക ലഭിച്ചിട്ടുള്ളത്. 5A 5B ക്ലാസ്സുകളിൽ നിന്ന് ആകെ ലഭിച്ച തുക എത്രയാണ്? 5Aയിൽ നിന്ന് ലഭിച്ചത് 45,000 അല്ലേ? 4,500 ആണ്. 4,500. അതുപോലെ 5Bയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എത്രയാണ്? 5,000 ആണ് അല്ലേ? 5,000 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക, എത്രയാണ്? 9,500 രൂപയാണ്. ഇനി 6Bയിൽ നിന്ന് ലഭിച്ച തുകയേക്കാൾ എത്ര കൂടുതലാണ് 7Bയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്? 7Bയിൽ നിന്ന് ലഭിച്ചത് എത്രയാണ് കൂട്ടുകാരെ? നമുക്ക് നോക്കാം. എത്രയാണ്? 7,000 ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 7,000ത്തിൽ നിന്നും നമുക്ക് 6Bയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 6,500 ആണ്. അപ്പോൾ എത്രയാണ് കുറവുള്ളത്? 500 രൂപയാണ്.
ഇനി ഈ ഡയഗ്രത്തെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചോദ്യം വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ക്ലാസ് ചോദിച്ചിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നും ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം 7 നോക്കാനുള്ളത്. സ്കൂൾ സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനായി ചില കുട്ടികൾ കൊണ്ടുവന്ന തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. ആരൊക്കെയാണ്? നീനു, മീനു, റംല, മീര. ഇവർ 4 പേരും കൊണ്ടുവന്നതാണ് കൊടുത്തിട്ടുള്ളത്. നീനു കൊണ്ടുവന്നത് 20 രൂപയുടെ 2 നോട്ടാണ്. അതിനെ 2 × 20, 5 രൂപയുടെ 10 രൂപയുടെ 5 നോട്ട്, 5 × 10, അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് 90 എന്നവിടെ കൊടുത്തിട്ടുള്ളത്. മീനുവിൻ്റെ നോക്കൂ, 20 രൂപയുടെ 3 നോട്ടാണ്, അഥവാ 3 × 20 പ്ലസ് 10 രൂപയുടെ 2 നോട്ട്, 2 × 10, ടോട്ടൽ 80 രൂപ. ഇനി റംലയാണെങ്കിലോ, റംലയുടെ 4 20 രൂപയുടെ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പട്ടിക പൂരിപ്പിക്കാനാണ്. നമുക്കത് പൂരിപ്പിച്ച് നോക്കാം. എങ്ങനെ എഴുതാം? 4 × 20, ഓക്കെ, പ്ലസ് എത്രയാണ്? 4 × 10 എത്രയാണ് കൂട്ടുകാരെ? രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 120. ഇനി മീരയുടെ നോക്കൂ, മീരയുടെ 1 × 20 ആണ്. 20 രൂപയുടെ 1 നോട്ടാണുള്ളത്, 10 രൂപയുടെ 8 നോട്ടാണുള്ളത്, 8 × 10. അപ്പോൾ 20 രൂപയുടെ 1 നോട്ട് 20 രൂപ, അതുപോലെ 80 എത്രയാണ്? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 എന്ന് ഉത്തരം കിട്ടും. ഇനി 20 രൂപ നോട്ടുകളുടെ എണ്ണത്തെ എ എന്നും 10 രൂപയുടെ നോട്ടുകളുടെ എണ്ണത്തെ ബി എന്നും ആകെ തുകയെ ടി എന്നും സൂചിപ്പിച്ചാൽ ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും നമുക്ക്? എങ്ങനെയാണ്? ടി = 20 എ പ്ലസ് 10 ബി. ഓക്കെ, ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് ലാസ്റ്റത്തെ ചോദ്യം 8ാമത്തേതാണ്. ചിത്രത്തിൽ കാണുന്ന പെട്ടിയുടെ വ്യാപ്തം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എത്രയാണ്? ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇൻറ്റു ചെയ്താൽ മതി, അഥവാ 80 × 10 × 40 എത്രയാണ് കൂട്ടുകാരെ? 32,000 ഘന സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ബി. നീളം 10 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്റർ, ഉയരം 2 സെൻറ്റിമീറ്റർ അളവുള്ള പരമാവധി എത്ര പെട്ടികൾ ഈ പെട്ടിയിൽ നിന്നും അടക്കി വെക്കാം? എത്ര അടക്കി വെക്കാൻ വേണ്ടി പറ്റും? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിൻ്റെ വ്യാപ്തം കണ്ടല്ലേ, അഥവാ 32,000 ആണ്. 32,000-ന് നമുക്ക് എന്ത് ചെയ്യാം? 32,000 ഡിവൈഡഡ് ബൈ 80 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, 80 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഇതിൻ്റെ വ്യാപ്തമാണ്, അഥവാ 10 × 2 × 4 എന്നുള്ളതാണ് 80. അപ്പോൾ അതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എത്രയാണ് ഉത്തരം എന്ന് പറയുന്നത്? 400 ആണ്. അപ്പോൾ 400 എണ്ണം നമുക്ക് അടക്കി വെക്കാൻ വേണ്ടി പറ്റും. ചിത്രത്തിലെ പെട്ടിയുടെ നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ വ്യാപ്തം എത്രയായിരിക്കും? ഇത് ചിത്രത്തിലെ പെട്ടിയുടെ വ്യാപ്തത്തിൻ്റെ എത്ര മടങ്ങാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? ഇവിടെ ഇത് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ എത്രയായിരിക്കും? 160 ആയിട്ട് മാറും. 160, 80, 20 എന്നായിട്ട് മാറും. ഓക്കെ, 80 എന്നുള്ളത് ഇരട്ടിക്കുമ്പോൾ 160 ആയിട്ട് മാറും, 40 എന്നുള്ളത് 80 ആയിട്ട് മാറും, 10 എന്നുള്ളത് 20 ആയിട്ട് മാറും. അഥവാ അവിടെ എത്രയാണ്? 56,000 ആയിട്ട് മാറും. 2,56,000 ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും. ഘന സെൻറ്റിമീറ്റർ. ഇത് എത്ര മടങ്ങാണ്? ഇതിൻ്റെ 8 മടങ്ങാണ്. 8 മടങ്ങാണ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനും കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.